ഹലോ. അപ്പോൾ ദേ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് റൂമിൽ നിന്നാണ് കേട്ടോ. റൂമിലെ വീഡിയോ എടുക്കാനുള്ള കാരണം ഈ ബാക്കിൽ കാണുന്ന ഈ ടേബിളാണ് കേട്ടോ. അപ്പോൾ ഈ ടേബിൾ എന്താ ഇത്ര വലിയതായിട്ട് കാണിക്കാൻ, ഇതെല്ലാവരുടെ വീട്ടിൽ സ്വാഭാവികമായിട്ട് ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ എൻ്റെ ടേബിൾ കണ്ടില്ലേ, ഒരുമാതിരി ഷോറൂമിൽ കയറിയ അവസ്ഥ, നമ്മുടെ ഫാൻസി കടയിലൊക്കെ കയറുന്ന അവസ്ഥയിലാണ് ഈ ടേബിൾ ഇരിക്കുന്നത് കേട്ടോ. ഈ ടേബിളിന് മുകളിലിരിക്കുന്ന മിക്ക ഐറ്റംസും ഞാൻ യൂസ് ചെയ്യാത്തതാണ്. പിന്നെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ബേബി ഓയിൽ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ സ്കിന്നിന് വേണ്ടി അപ്ലൈ ചെയ്യത്തുള്ളൂ. പിന്നെ ഇതെല്ലാം ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളാട്ടോ. ഇതൊന്നും എനിക്ക് കൊളാബായിട്ട് കിട്ടിയ സാധനങ്ങളല്ല. പക്ഷേ ചില സാധനങ്ങൾ എനിക്ക് കൊളാബായിട്ട് കിട്ടിയതുണ്ട്. കൊളാബായിട്ട് കിട്ടിയ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ സാധനങ്ങൾ ഇത് യഥാസൂത്രയുടെ പ്രൊഡക്റ്റാണ് കേട്ടോ. ഞാനപ്പം കഴിഞ്ഞ തവണ സ്കിന്നിൻ്റെ ബോഡി പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യഥാസൂത്രയുടെ അടുത്ത് പോയിട്ട് എൻ്റെ അബോർഷൻ കഴിഞ്ഞപ്പം 7 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ടൈമിൽ എനിക്ക് തന്ന പ്രൊഡക്റ്റാണ്. പിന്നെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഇത് കേട്ടോ. യഥാസൂത്രയുടെ ഹെയർ ഓയിൽ ഏറ്റവും ബെനിഫിറ്റാണ് എനിക്ക് തന്നത്. കാരണം എഡനോട് ചോദിച്ചാൽ മതി, നന്നായിട്ട് ഹെയർ പൊഴിഞ്ഞുകൊണ്ടിരുന്ന റൂമിലൊക്കെ നന്നായിട്ട് വീണുകൊണ്ടിരുന്ന ഒരു സാധനമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇത് പകുതിയോളം ആയിട്ടുണ്ട്. ഇനി അടുത്ത് ബുക്ക് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ള പ്രൊഡക്റ്റൊന്നും കൊള്ളില്ല എന്നല്ല, ഞാൻ യൂസ് ചെയ്യുന്ന ഇതൊക്കെ തൈലും കാര്യങ്ങളൊക്കെയാണ്, ബോഡിയൊക്കെ ഉള്ള. അപ്പോൾ അതൊക്കെ അങ്ങനെ യൂസ് ചെയ്യുന്ന ഇല്ല. പിന്നെ ചില ടൈമിലൊക്കെ കുളിക്കുന്നതിന് മുമ്പൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഈ പ്രൊഡക്റ്റും നല്ല കേട്ടോ. ഇവരുടെ എല്ലാ പ്രൊഡക്റ്റും ഞാൻ യൂസ് ചെയ്തിട്ട് നല്ലതാണ്. പിന്നെ ഉള്ളത് ഇതാണ് എൻ്റെ കെട്ടുവൻ്റെ സെക്ഷനാട്ടോ. ഇതെൻ്റെ കെട്ടുവൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളിലോട്ട് എൻ്റെ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചാൽ ആൾ കലിപ്പാകും. അതുകൊണ്ട് ഞാൻ ആ വഴി പോകാറില്ല ഇപ്പം ശരിക്കിന്. പിന്നെ ഇതൊക്കെ എൻ്റെ പ്രൊഡക്റ്റാണ് കേട്ടോ. കുപ്പികളെ എല്ലാ പെൺപിള്ളേർക്കും ക്രേസ് ഉള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്രേസ് ഉണ്ടായതുകൊണ്ട് ഞാനിങ്ങനെ വാരിക്കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇത് വാരിക്കൂട്ടി പുറത്ത് പോകുമ്പം വീട്ടിൽ കുറേ ഇരിപ്പില്ലേ, പിന്നെ എന്തിനാ എപ്പോഴും വാങ്ങുന്നതെന്നുള്ള ചോദ്യം ഡെയിലി കേൾക്കാറുണ്ട്. പിന്നെ ഇതെൻ്റെ ലിപ്സ്റ്റിക്ക് ഐറ്റംസൊക്കെയാണ്. പക്ഷെ ബാക്കി ലിപ്സ്റ്റിക്കൊക്കെ ഞാനെടുത്ത് വെച്ചിരിക്കുന്ന സ്ഥലം ഇവിടെ കിടക്കും. അച്ചറം പൂച്ചറ അലമ്പാണ്, എന്നാലും നിങ്ങളങ്ങ് ക്ഷമിക്കണം. ഇതാണ് ബാക്കി ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ വെച്ചിരിക്കുന്ന സ്ഥലം. പിന്നെ എൻ്റെ ഐ പ്ലേറ്റ് ആണ് കേട്ടോ, ഐ ഷാഡോയുടെ പ്ലേറ്റാണിത്. അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന എൻ്റെ മേക്കപ്പ് ഐറ്റംസും കാര്യങ്ങളും ഒക്കെ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പം ഇന്ന് എന്തെങ്കിലും വീഡിയോസ് വേണമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ വെച്ചാൽ എന്നാൽ ഇന്ന് ഇതിടാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ക്രേസാണ് കേട്ടോ വാച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വാച്ച് പല മോഡൽ കളക്ട് ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. പക്ഷേ കുറച്ചൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് ചെന്നും പിന്നൊക്കെ. പിന്നെ ഉള്ളത് ഇങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ, ഇതൊക്കെ ആവശ്യമില്ലാത്ത ഐറ്റംസൊക്കെ ആയതുകൊണ്ട് ഞാൻ ആ സൈഡിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ കമ്മൽ കണ്ടോ, കമ്മലൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ സാധനം ഇത്രയും പ്രൊഡക്റ്റ് അല്ല കേട്ടോ. കമ്മലൊക്കെ ഒരുപാടുണ്ട്. അപ്പം ഞാൻ മാരേജ് കഴിഞ്ഞ് വന്നപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഏട്ടനും ഇവിടെ ഉള്ളവരുമൊക്കെ ഞെട്ടിയതാണ്. എന്താടി ഇതൊരു കടയ്ക്കുള്ള സാധനങ്ങളുണ്ടല്ലോ ഇങ്ങനെ പറക്കി കെട്ടി കൊണ്ടുവരാൻ വേണ്ടിയെന്ന്. അപ്പം നെയിൽ പോളിഷൊക്കെ വെച്ചിരിക്കുന്നത് ഇവിടെ. ഇതാണ് എൻ്റെ നെയിൽ പോളിഷ് കളക്ഷൻ കണ്ടോ നിങ്ങൾ ഞെട്ടും. കണ്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് ഇപ്പം കെട്ടുന്നതിൻ്റെ കൂടെ പുറത്ത് പോകുമ്പോൾ ഏട്ടൻ പല കളറും ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് പെൺപിള്ളേരായതുകൊണ്ട് കളറൊക്കെ കാണുമ്പോൾ ഒരു ക്രൈസ് ഉണ്ടല്ലോ. ഏട്ടാ ഒന്ന് വാങ്ങി താന്നൊക്കെ പറഞ്ഞാലൊന്നും പുള്ളി അതൊന്നും വാങ്ങി തരാറില്ല കേട്ടോ. പക്ഷേ നിവൃത്തികേട് കൊണ്ട് ചില സമയത്തൊക്കെ മേടിച്ച് തരാമെന്നൊക്കെ പറയാറുണ്ട്. ഈ സെക്ഷനിൽ വരുമ്പോഴത്തേക്ക് ഓർണമെൻറ്റ്സിൻ്റെ ഓൾറെഡി ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ യൂട്യൂബിലേക്ക്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഓർണമെൻറ്റ്സ്. ഇതൊക്കെ ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ടൈമിൽ എനിക്ക് യൂസ് ആക്കാനും വേണ്ടി വാങ്ങിച്ചു വെച്ചിരുന്ന ഓർണമെൻറ്റ്സൊക്കെ കേട്ടോ. ഇത് ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് നിങ്ങളെ. അതുപോലെ തന്നെ അത് കമ്മൽ സെക്ഷൻ, കമ്മലൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും ഇപ്പം കൂടുതലും യൂസ് ചെയ്യാറില്ല. കാരണം കൊളാബായിട്ട് കുറേ ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് ഇതൊന്നും യൂസ് ആക്കാറില്ല. പിന്നെ എന്തെങ്കിലും ഫങ്ഷൻ ഇവിടെയൊക്കെ വരുവാണെങ്കിൽ മാത്രം ഇടും. അതും പൊതുവെ കുറവാണ്. എന്നാലും ക്രേസ് ആണല്ലോ ഈ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരാക്രാന്തം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ കേട്ടോ. ഇതാണ് അപ്പോൾ എൻ്റെ ഡ്രസ്സിങ് ടേബിൾ എന്ന് പറഞ്ഞാൽ.
പിന്നെ ഉള്ള എന്താ പറയുക ഇത്രയേ ഉള്ളൂ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഡ്രസ്സിൻ്റെയും. പിന്നെ നിങ്ങൾ വിചാരിക്കും ആ മഞ്ഞ പേപ്പറിൽ എന്തൊക്കെയാണ് കുത്തി വരച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ. ഇത് ഏട്ടന് ഡെയിലി വീഡിയോ എടുക്കാനുള്ള വീഡിയോസിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നതാണ്. പിന്നെ ഇവിടെ കാണിക്കുവാണെങ്കിൽ ഇതേ എൻ്റെ തലമുടി ഉണക്കുന്നതുകൊണ്ട് കേളിങ് ചെയ്യുന്നതുകൊണ്ട് ഒന്ന് സ്ട്രെയിറ്റ് ഞാൻ കട്ടിലിൻ്റെ അടിയിൽ എടുത്ത് വെച്ചിരിക്കുക കേട്ടോ, കഴിഞ്ഞ ദിവസം എടുത്തിട്ട്. അപ്പം ഇത്രയുമാണ് എൻ്റെ ഡ്രസ്സിങ് ടേബിള്. അപ്പം നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. താങ്ക് യു സോ മച്ച് എൻ്റെ വീഡിയോയ്ക്കെല്ലാം സപ്പോർട്ടായിരുന്നു. താങ്ക് യു.